C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എങ്ങനെയുണ്ട് മായജി? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ചത്തിട്ടില്ല. ഇക്കൂട്ടത്തിൽ ആരാ കൂടെ നിന്ന് ചതിച്ചത്? ജ്യോതി ഈ വീട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചത് മുതൽ അവളോടുള്ള എല്ലാ വൈരാഗ്യവും നമ്മൾ അവസാനിപ്പിച്ചതാ. തിരിച്ചു പോകാൻ തീരുമാനിച്ച ജ്യോതി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. കേൾക്കുന്ന ഒരാള് പോലും അത് വിശ്വസിക്കില്ല. അതെന്താ വിശ്വസിച്ച? കുറച്ചുകൂടി യുക്തിയോട് ചിന്തിച്ച അതാണ് സത്യമെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ബാലു പറയുന്നതിലും കാര്യമുണ്ട്. ജ്യോതി തിരിച്ചു പോകാൻ തീരുമാനിച്ചു എന്നത് സത്യമാണ്. പക്ഷെ അവസാന നിമിഷം അവൾക്ക് DKയും ഈ വീടിനെയും വിട്ടുപോകാൻ തോന്നിക്കാണില്ല. ആത്മഹത്യ ഒരു നിമിഷത്തിന്റെ പ്രേരണയാൽ സംഭവിക്കുന്ന ഒന്നാണെന്ന് ഡോക്ടർമാര് തന്നെ പറയുന്നുണ്ട്. മനസ്സിന്റെ കൺട്രോൾ പോയപ്പോ ഇനി ജീവിക്കേണ്ട എന്ന് അവൾ തീരുമാനിച്ചു കാണും. അതാണ് സംഭവിച്ചതെന്നാ എന്റെ ഉറച്ച വിശ്വാസം. എടാ, നീ പറഞ്ഞത് കറക്റ്റാ. വക്കീല് വന്നപ്പോഴും നമ്മളോടല്ല യാത്ര പറഞ്ഞപ്പോഴും ജ്യോതി എന്തോ തീരുമാനിച്ചുറപ്പിച്ച നിലയിൽ തന്നെ ആയിരുന്നു. അത് മാത്രമല്ല, ഇത് അവള് നമുക്ക് തന്നൊരു പണി കൂടിയാ. പണിയോ? എന്തു പണി? ഏയ്, ജ്യോതി അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ആര് പറഞ്ഞു ചിന്തിക്കില്ലെന്ന്? അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് നമ്മൾ ആര് സുഖമായിട്ട് ജീവിക്കണ്ടെന്ന് അവൾ അങ്ങ് കരുതി. വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചാൽ സ്വാഭാവികമായും നമ്മളെ എല്ലാം പോലീസ് സംശയിക്കും. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്യും. പോലീസിന്റെ ചോദ്യം ചെയ്യൽ അറിയാലോ. സംശയം തോന്നിക്കഴിഞ്ഞാൽ അവര് നമ്മളെ വെറുതെ വിടില്ല. അങ്ങനെ പോകുന്ന പോക്കിന് നമുക്കൊരാണയും കൂടി അടിച്ചിട്ട് പോയതല്ലെന്ന് ആര് കണ്ടു? അല്ല, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം നമുക്കിതൊക്കെ പറയാം. പക്ഷേ പോലീസിൽ അവൾ നമുക്കെതിരെ മൊഴി കൊടുത്ത നമ്മളെല്ലാവരും അകത്തുപോകും. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്, ഇക്കാര്യത്തില് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഇല്ല മായജി, ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. അവളിവിടുന്ന് പോണോന്നേ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അവളെ കൊല്ലാനൊന്നും ആരും ആഗ്രഹിച്ചിട്ടില്ല. അതെ, ആരും ഒന്നും ഒളിക്കണ്ട. നിങ്ങളൊക്കെ എത്ര ഒളിച്ചാലും പോലീസ് സത്യം കണ്ടെത്തും. ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ ഇതിന് ശിക്ഷ അനുഭവിക്കണം. ഏതന്വേഷണവും വരട്ടെ, നമുക്ക് നേരിടാം. നമ്മളാരും ഒന്നും ചെയ്തിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇത് ആത്മഹത്യാ ശ്രമം തന്നെയാ. മൈജി, നമ്മുടെ വീട്ടിൽ വെച്ച് ഒരാളെ കൊല്ലാനുള്ള മണ്ടത്തരം നമ്മൾ കാണിക്കൂ? പോലീസ് ആദ്യം നമ്മളെ തന്നെ സംശയിക്കില്ലേ? ഇത് അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാ, ഉറപ്പാ മയച്ചി. എന്തായാലും പോലീസ് വരും. മറുപടി പറയാൻ എല്ലാരും തയ്യാറായി ഇരുന്നോണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.